ഞാൻ പോവാ എവിടുന്ന മയത്തോണ്ട് കേറുന്ന ഞാൻ മഴ ഉള്ളല്ലേ നല്ല മഴയാണ് പനി പിടിക്കൊണ്ട് കയറി പനി പിടിച്ചാലേ പെരുന്നാലും ഇമ്മ ചായ കടക്ക് തരില്ലേ പക്ഷെ മഴ കൊണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങല്ലേ അതൊക്കെ ശരിയാണ് പനി പിടിച്ച ആരും ഉണ്ടാവില്ല നമ്മള് വേദനക്ക് നമ്മള് തയ്ക്കേണ്ടി വരും പനിന്റെ ഉറങ്ങ കിട്ടും ഞാൻ വിചാരിച്ച എന്നോട് പറയാന് മഴ കണ്ട പനി പിടിച്ചാലേ പെരുന്ന് ഇങ്ങനെ കിടക്കും ചെയ്യാ അപ്പൊ ഉമ്മ ചായയും ചോറൊക്കെ എന്റെ അടുത്ത് കൊണ്ടുവരില്ലേ വിചാരിച്ച് കുടിക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ അതും വേണല്ലേ പിന്നെ ഞാനിവിടെ പോയി വരാടാ എവിടെ പോയിട്ട് അത് ചോദിച്ചേ ഞാന് അതാരോ ഒരു വാട്ടർസായിരുന്നു വണ്ടി മേത്ത് കളക്കുക അങ്ങോട്ട് മാറണോ വണ്ടിയോട് പോയിക്കോട്ടെ വണ്ടി അങ്ങോട്ട് പോയില്ലേ വണ്ടി പോയി മഴ മാറിയടാ മഴ മാറി ഞാൻ ഇറങ്ങട്ടെ കുറച്ചുകൂടി കഴിഞ്ഞ് ഇറങ്ങിയാ പോരോ ഒന്നുകൂടി മാറിക്കോട്ടെ മാറിക്കോട്ടെ അല്ല ഇന്ന് ഇങ്ങോട്ട് നിന്നോ അവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നാ തീരും കൊള്ളൂല പുറത്തു നിന്നോ ഇവിടെ മതിയാ അവിടെ മതി പിന്നെ മഴ കാണും ചെയ്യാലോ അല്ല ഇജ്ജ് എന്റെ മീൻകൂടി ഇന്നലെ എടുക്ക പോയിരുന്നു ഇന്നലെ ഒരു വൈകുന്നേരം എടുത്ത് ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് ഇന്നലെ രാത്രി പോയതേ ഞാനും ഉമ്മയും കൂടി അവരോട് ആശാക്കാന്ന് പോയി കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ ഉമ്മ എന്നോട് പറഞ്ഞു നമുക്ക് പാത്തോളക്കാരൊന്ന് പോയി വരാണ് ഞങ്ങൾ നാളെ പോയപ്പോ എന്നോട് പറയാന് പാത്തോളക്കാരന്റെ മഴയോട് എന്തൊരു സ്വഭാവമാണ് കേട്ടാ അത് കൊറേ മാസമായി പോയിട്ട് കൊറേ മാസം മുന്നേ പോയപ്പോ നല്ല സ്വഭാവമാണ് പാത്തോളക്കാരനോട് മഴയോട് അറിയാ ഇമ്മ അങ്ങോട്ട് പോരി ചോറ് വെച്ച് തരും ഇമ്മ പാത്രം ഉണ്ട് കാണിച്ചാനി നിങ്ങൾ മോറൊന്നും വേണ്ടാന്നിട്ട് പാത്താളക്കാരനിൽ നിന്ന് വാങ്ങിട്ടാ വാങ്ങിട്ട് ആ മഴയോട് അങ്ങനെ ഇല്ലെന്ന് ചെയ്യട്ടാ ഇപ്പൊ ഇന്നലെ പോയപ്പോ മാനേ ആ മഴയോടെ സ്വഭാവമൊക്കെ മാറിക്കുന്നു പെണ്ണേക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോറ് കഴിച്ചാൽ ആ പത്രം ഒന്ന് അടിച്ചോരിക്കൂടെ അത്ര പ്രായം നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് അടിച്ചോരിക്കൂടെ ആ പാത്രം മോറിക്കൂടെ ഞങ്ങൾ ചെല്ലുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ പാത്തോളത്ത് ഇങ്ങനെ കരയന്നട്ടാ അപ്പൊ ഉമ്മ ചോദിച്ചു എന്താ പാത്തോളെ എന്താണ് എന്റെ മരുകൾക്ക് എന്ത് പറ്റി ചേക്കാൻ കയറിയോ ചോദിച്ചു അപ്പൊ പാത്തോളത്ത് അറിഞ്ഞ് ഒന്നും പറയണ്ട വിവാത്താത്താ ചേക്കാൻ കയറിയത് ഓൾക്കല്ല എനിക്കാണ് അതെന്താ അക്ക് ചേക്കാൻ കയറിയോ ചോദിച്ചു അപ്പൊ അറിഞ്ഞ് അന്ന് ഞങ്ങൾ ചെന്നപ്പോ ഇങ്ങനെ ഉണ്ടായില്ലല്ലോ അന്ന് ഈ പാത്തോളാത്ത ഓരോ പറമ്പോ സ്ഥലമൊന്നും പെണ്ണിന്റെ പേര് കൊടുത്തുണ്ടായിരുന്നില്ല എത്രട്ടാ ഇപ്പൊ പേര് കൊടുത്ത് അപ്പൊ പെണ്ണിന്റെ പേരിലായിക്കറി മുതലൊക്കെ അപ്പൊ മുതല് തൊട്ടപ്പോ ആ പെണ്ണിന്റെ പത്ത് മാവ് മറിഞ്ഞറിഞ്ഞിട്ടാ അതെന്താ വെച്ചാ അങ്ങനെ മുതലൊക്കെ പേര് കൊടുക്കും ഉമ്മ അറിയാലോ ഓള് പൊട്ടത്തിയാണ് അല്ലെങ്കിൽ ഓളെ പിറ്റക്കാലം കൊടുത്താ പോരെ ഇപ്പൊ ചില തലാർക്ക് പറ്റുന്ന പണിയാക്കറേ ആദ്യം മരമക്കൾ സോപ്പിട്ട് വെക്കാണ്ട് മേടിക്കാം എല്ലാരും ചേട്ടാ നമ്മളെ പോലത്തെ സോപ്പിട്ട് വെക്കാണ്ട് മേടിക്കും അഞ്ചീത് കായ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്ക് ഭർത്താവിന് മതി മക്കളി മതി ഈ തള്ളാരെ വേണ്ടാന്ന് എന്നിട്ട് പാവടല്ലേ അങ്ങനെ നിയമമുണ്ടല്ലോ അങ്ങനെ പഠിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുക്കാനുള്ള നിയമമുണ്ടല്ലോ അങ്ങനത്തെ എന്താ അമ്മ പറഞ്ഞു ഇതേമാതിരി ആരെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു അത് മോനെ എല്ലാ തള്ളാരും അങ്ങനെ ചെയ്യൂല ഞാനെന്താ ഇന്നോടല്ല എനിക്ക് കുഞ്ഞാപ്പോ എനിക്ക് കല്യാണം കഴിഞ്ഞാലേ ഉമ്മ എനിക്ക് പേര് തരില്ല എന്റെ ഉമ്മ പേര് തരില്ല എത്രയോ കാര്യം പറഞ്ഞിട്ട് പേര് എല്ലാരും തള്ളാരെ പിറ്റേകാലം കൊടുക്കാൻ പാടുള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞ് ഉമ്മാനൊരു പാഠം പഠിപ്പിക്കും പിന്നെ ഇതൊക്കെ പിറ്റേകാലം കൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പോ പറഞ്ഞ മാതിരി പിന്നെ ആർക്കെ കൊടുത്തിട്ട് ഓരോ ആട്ടും ലിപ്പും കേൾക്കേണ്ടത് അത് കല്യാണം കഴിച്ചത് പിറ്റേ തന്നെ വേണം അപ്പൊ അങ്ങനായാ ആദ്യം കല്യാണം കഴിയട്ടെ എന്നിട്ട് പോരെ ഇതൊക്കെ ചിന്തിക്കുക ഞാൻ പോവാടെ പോലെ ചോദിക്കട്ടെ ഇവിടെ മഴ ആയിട്ട് ബന്ധ പണി ഒന്നും ഇല്ല പരിപാടി ഇല്ലേ ഏത് മഴയല്ലോ അല്ലേ ഒരു ആർത്ത വണ്ടി പോണ്ട് നീലക്കാറ് ആരാള് അവിടെ ഉള്ള ഒരാളാണല്ലേ നല്ല ഭംഗിയില്ലേ കാറ് കാണാൻ ഞാനിപ്പോ മഴയായിട്ട് ഇവിടെ കേറിക്കാണ് മഴത്ത് അനക്ക് പനി വെച്ച് അനക്ക് നല്ല സുഖമായി എന്റെ അമ്മ ചോറും ചായയൊക്കെ പെരയിലെത്തിച്ചേരൂലേ അനക്കല്ലേ അതേമാതിരി ഞാൻ കൊറേ അത് വേണ്ട കാര്യമില്ല പനി പിടിക്കാതിരിക്കട്ടെ നമ്മള് ചോറും ചായ പിടിക്കാനില്ല പനി നമ്മള് കഴിക്കണ്ടേ കുട്ടികള് കഴിക്കണ്ടേ വേറെ ആരും കഴിക്കണ്ടേ
ആ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? തരേ പോയക്കട്ടെ. അമ്മ ഉണ്ടാവും, പടവാലെടുത്ത് വരുന്നുണ്ടാവും. എന്നാ പോയിക്കൊന്നാ, ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല. എന്താ ഞാൻ പോവാ? ഒരു കാര്യം ചെയ്യാ, കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുതലുണ്ടല്ലോ പേരൊക്കെ അത് ഞാൻ നിന്റെ പേരിലാക്കുന്നില്ല. പിന്നെ നിന്റെ പെണ്ണുങ്ങളെ പേരിലാക്കിയാലോ? പെണ്ണുങ്ങളെ പേരിലാക്കിയാല് അനക്കും പോവാ ഉമ്മാക്കും പോവാ. ഞാൻ ഉമ്മാനെ പോലെ ഞാൻ പോവില്ല. അത് ശരി. അപ്പൊ ഉമ്മ പോയാലും ഇജ്ജ് പോവില്ലെന്ന് പറഞ്ഞ്? ഞാൻ പോവില്ല. പെണ്ണുങ്ങൾക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കി തരൂല. എന്നാ പോവാതിരിക്കാനാണെങ്കിൽ പേരിലാക്കണ്ട, ഉമ്മാന്റെ പേരിൽ തന്നെ കിടന്നോട്ടെ. ഉമ്മാന്റെ പേര് കിടന്നോട്ടെ. അതല്ലേ? അങ്ങനെ മതിയാ? എന്നാ പിന്നെ എനിക്ക് സ്വസ്ഥായിട്ട് ഇവിടെ നിക്കാം. അങ്ങനെ ഉണ്ടല്ലേ? എന്നായിക്കോട്ടെ. എന്നാ പോയിക്കോ. ഇത് പറയാനാ വന്നതല്ലേ? തോന്നിയതാണ്. എന്നായിക്കോട്ടെ. ഞാൻ അപ്പൊ ആലോചിക്കല്ലേ? അപ്പൊ നമുക്ക് ആലോചിക്കാം.